പ്രമുഖ നക്സൽ നേതാവ് വെള്ളത്തുകൾ സ്റ്റീഫൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നിര്യാതനായി. 90കളിലാണ് അദ്ദേഹത്തെ കാണുവാനും പരിചയപ്പെടുവാനും എനിക്ക് അവസരമുണ്ടായത്. ജയിൽവാസം അനുഭവിച്ചതിന് ശേഷം ഇടുക്കി ജില്ലയിൽ ചേലച്ചൂട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം കുടുംബസ്ഥനായി താമസിക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുവാനായി ചേലച്ചൂടിൽ ചെല്ലുന്നത്. ശിക്ഷയെല്ലാം കഴിഞ്ഞ് വിവാഹിതനായി കഴിയുന്ന സമയമായിരുന്നു അത്. ഗുഡ് ന്യൂസ് വാരികയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും നക്സൽ പ്രസ്ഥാനവുമായി അദ്ദേഹം എങ്ങനെയാണ് ചേർന്നതെന്നും നക്സൽ പ്രസ്ഥാനത്തെ ഇടുക്കി ജില്ലയിൽ ഹൈറേഞ്ചിൽ രൂപപ്പെടുത്തിയെടുത്തത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചറിയുക എന്നായിരുന്നു പ്രധാന എൻ്റെ സന്ദർശന ലക്ഷ്യം. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് 2 പേജുകൾ ഇന്റർവ്യൂ ചെയ്ത് എഴുതിയത് ആ മാസങ്ങളിലെ ഗുഡ് ന്യൂസിന്റെ ലക്കങ്ങൾ പരിധികൾ കണ്ടെത്താനാവും. നക്സലിസത്തെ മാത്രം അന്വേഷിച്ചറിയുക എന്നത് മാത്രമായിരുന്നില്ല ലക്ഷ്യം. അദ്ദേഹം നാളുകളിൽ ക്രിസ്തു വിശ്വാസിയായി മാറുകയും യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിത്വത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്? അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, എന്നാൽ കുറച്ചുകൂടി ആത്മീയമായ ഒരു കാഴ്ചപ്പാടിലേക്ക് മാറുകയും യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സുവിശേഷ പ്രഭാഷണ രീതിയിലേക്ക് അദ്ദേഹം മാറ്റപ്പെടുകയും ചെയ്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് കണ്ടെത്തുക എന്ന ഒരു ലക്ഷ്യവും കൂടി എൻ്റെ യാത്രയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹത്തോട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് ഹൈറേഞ്ചിൽ അക്കാലങ്ങളിൽ 70കളിൽ നടന്നിരുന്ന നക്സൽ പ്രവർത്തനവും അന്ന് മുതലാളിമാരായ തോട്ടം തൊഴിലാളികളിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെയുള്ള പാവങ്ങളായ ആളുകൾ സഹിച്ചിരുന്ന ത്യാഗത്തെക്കുറിച്ചുമൊക്കെ കഷ്ടപ്പാടുകളെക്കുറിച്ചുമൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഒരു സുപ്രഭാതത്തിൽ കുറെ മുതലാളിമാരെ കൊന്നൊടുക്കി നക്സൽ പ്രസ്ഥാനത്തെ കരുപ്പിടിപ്പിക്കാം എന്നൊരു ധാരണയിൽ ഇറങ്ങിത്തിരിച്ച ആളുകളല്ല വെള്ളത്തുകൾ സ്റ്റീഫനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായി കൂടെ നടന്നിരുന്ന കുറെ ആളുകളും ഒക്കെ. കുന്നിക്കൽ നാരായണൻ, അജിതം, ഇതൊക്കെ നമുക്കറിയാവുന്ന കുറെ ചരിത്ര സംഭവങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അന്നത്തെ പത്രങ്ങളൊക്കെ ഇതേക്കുറിച്ച് വിശദമായി എഴുതിയിരുന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എന്തുകൊണ്ടാണ് വെള്ളത്തുകൾ സ്റ്റീഫൻ ഇങ്ങനെ ഒരു നക്സൽ പ്രസ്ഥാനത്തിന്റെ വക്താവായി കേരളത്തിൽ മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നത്? അതോടൊപ്പം തന്നെ മുതലാളിമാർ പേടിച്ചരണ്ട് അവിടെ ജീവിച്ചത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചൊന്ന് അറിയുന്നത് കൗതുകകരമായിരിക്കും. അക്കാലത്ത് 60-70 കാലഘട്ടങ്ങളിലൊക്കെ ഈ ഹൈറേഞ്ചിലെ മുതലാളിമാരിൽ നല്ലൊരു പങ്ക് തമിഴരായിരുന്നു. മലയാളികളും ധാരാളം ഉണ്ട്, ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ തമിഴ് മുതലാളിമാരായ ആളുകളിൽ നിന്നും ആണ് ഏറ്റവും കൂടുതൽ തോട്ടം മേഖലയിൽ പണിയെടുത്തിരുന്ന മലയാളികളായ ആളുകൾക്ക് കൂടുതൽ തിക്താനുഭവങ്ങൾ ഏൽക്കേണ്ടി വന്നത്. ഏലത്തട വെട്ടി അതുകൊണ്ട് അടിച്ചു പണി വേണ്ടി വന്നാൽ അടിക്കാൻ പോലും ഓങ്ങി നിൽക്കുകയും അടിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം അക്കാലത്തുണ്ടായിരുന്നു. മലയാളികൾ പലരും ഈ തമിഴ് മുതലാളിമാരുടെയും അവരുടെ കിങ്കരന്മാരുടെയും കണക്കപ്പിള്ളമാരുടെയും പീഡകളും തെറികളുമായിട്ട് വാങ്ങി ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നത്. കൂലി ന്യായമായി കൊടുക്കുന്ന രീതിയില്ല, അവർക്ക് താമസിക്കാനുള്ള ലയോ സംവിധാനങ്ങളോ ഇല്ല, ജോലിയുടെ സുരക്ഷിതത്വമില്ല, ഒന്നുമില്ല. എല്ലാം കൊണ്ടും അടിമകളെ പോലെ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടം ദരിദ്ര നാരായണന്മാരുടെ ജനവിഭാഗങ്ങളായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ അന്ന് ഹൈറേഞ്ചിൽ ഉണ്ടായിരുന്നത്. പ്രധാനമായും നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത കൂടിയുണ്ട്. തമിഴ് വംശജരുടെ ഭൂരിപക്ഷ താലൂക്കുകളാണ് പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം. ഈ താലൂക്കുകൾ ഇത് എക്കാലവും തമിഴ്നാടിന് അവകാശപ്പെട്ടതാണെന്ന് അവർ വാദിക്കുകയും ഈ താലൂക്കുകളെ തമിഴ്നാടിനോട് കമ്പം ഡിസ്ട്രിക്റ്റിനോട് ചേർത്ത് കമ്പം ഡിസ്ട്രിക്റ്റുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് അതെല്ലാം തമിഴ്നാടിനോട് ചേർക്കണമെന്നൊരു വാദം അക്കാലത്ത് ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം. 50കളിൽ തമിഴ് മലയാളി സംഘടനകൾ നടന്നത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. എപ്പോഴും തമിഴരും മലയാളികളും തമ്മിലുള്ള ഒരു ഉരസൽ പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലും പല സമയത്തും നടന്നിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അതിനൊക്കെ വളരെ മുമ്പ് തന്നെയാണ് ഈ വെള്ളത്തുകൾ സ്റ്റീഫനും സംഘവും
ഇത് കണ്ട് അവരുടെ മനസ്സ് വ്യാകുലപ്പെടുകയും നൊമ്പലപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ട് അവർ മുതലാളിമാർക്കെതിരെ രംഗത്ത് വന്നത്. അപ്പോഴായിരുന്നു മലയാളികൾ ഉൾപ്പെടും. കാരണം യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ലാതെ തെറി പറഞ്ഞും അടികൊടുത്തും ഒക്കെയാണ് അക്കാലത്തെ മുതലാളിമാരായ ഭൂ ഉടമകൾ സാധാരണക്കാരായ പാവങ്ങളായ തോട്ടം തൊഴിലാളികളോട് ചെയ്തിരുന്നത്. രാഷ്ട്രീയ പ്രവർത്തനവും ആ കാലങ്ങളിൽ കാര്യമായിട്ടില്ലായിരുന്നു. എന്നാൽ വെള്ളത്തൂവൽ സ്റ്റീഫന്റെ വഴിത്തിരിവായതും അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തതിന്റെ പ്രധാന കേസെന്ന് പറയുന്നത് അടിമാലിയിൽ കല്ലാറിൽ നടന്ന ഒരു ഭൂവുടമയുടെ കൊലപാതകമായിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് എന്നോട് വിശദീകരിച്ച് മണിക്കൂറുകളോളം സംസാരിച്ചു. അതിനുള്ള സമയം നമുക്കില്ല. ഇങ്ങനെ രത്നച്ചുരുക്കം ഞാൻ പറയാം. കല്ലാറിൽ ആയിരക്കണക്കിന് ഏക്കർ തോട്ടമുള്ള ഒരു ഭൂ ഉടമ ഉണ്ടായിരുന്നു. അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അബ്കാരികളാണ് അവര്. ഞാനിത് സംസാരിക്കുന്ന കാലടിയിൽ പോലും, എൻ്റെ വീടിനടുത്ത് പോലും അവരുടെ ഫാമിലികളിലൂടെ ഉണ്ട്. അതുകൊണ്ട് ആ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ അക്കാലത്തെ അവരുടെ കുടുംബാംഗത്തിലെ ഒരു അംഗമായിരുന്ന അവരുടെ തോട്ടത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതാണ് സുപ്രസിദ്ധമെന്നല്ല കുപ്രസിദ്ധമായ ആ കൊലപാതകം. അത് ഈ മുതലാളിയുടെ നൂറുകണക്കിന് ഏക്കർ തോട്ടത്തിൽ നിന്നും തടി വെട്ടി മാറ്റി കൊടുക്കണം തൊഴിലാളികൾ. അതാണ് എഗ്രിമെന്റ്. തൊഴിലാളികൾ തടി വെട്ടി മാറ്റി ഇറക്കി കൊടുത്താൽ ഭൂമി ഈ തടി വെട്ടി ഇറക്കി മാറ്റി കൊടുത്ത തൊഴിലാളികൾക്ക് വീതം വെച്ച് കൊടുക്കാം എന്നുള്ള എഗ്രിമെന്റിന്റെ പുറത്താണ് ഈ തടി വെട്ടി മാറ്റാൻ തൊഴിലാളികൾ അവിടെ ചെയ്തത്. നൂറുകണക്കിന് ഏക്കറിലെ തടികൾ അന്നത്തെ വിലയ്ക്ക് തന്നെ ലക്ഷക്കണക്കിന് രൂപ വരുന്ന തടികൾ വെട്ടിമാറ്റി ഭൂമി തരിശ് ഭൂമി ആയപ്പോൾ ഇവർക്ക് ആ ഭൂമി തുണ്ടായിട്ട് വീതം വെച്ച് കൊടുക്കുകയും കുടിലുകൾ കെട്ടി അവിടെ താമസിക്കുകയും ചെയ്യുവാനായിട്ട് ഇവർ കയറിയപ്പോൾ മുതലാളി എതിർത്തു. ഈ തൊഴിലാളികളുടെ അധ്വാനം കൊണ്ട് തടിയെല്ലാം വെട്ടിമാറ്റി കോടിക്കണക്കിന് രൂപയുടെ പണം മുതലാളിയുടെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ തരിശായ ഭൂമി ഇവർക്ക് കൊടുക്കാവുന്ന വാക്ക് ലംഘിച്ചിട്ട് അദ്ദേഹം ഉരുണ്ട് കളിച്ചു. അങ്ങനെ തൊഴിലാളികൾ പെരുവഴിയിലായി. അധ്വാനിച്ചത് മിച്ചം, കാശെല്ലാം തടികളെല്ലാം മുതലാളി കൊണ്ടുപോയി. ഇവർക്കിട്ട് ഭൂമിയൊട്ട് ഇല്ലാതാനുമായി. ഈ സാഹചര്യത്തിലാണ് അന്ന് ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെയാണ് CITU-വും INTUC-യും ഒക്കെ അവിടെ രംഗപ്രവേശനം ചെയ്തത്. പക്ഷേ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കോ അവരുടെ ആളുകൾക്കോ ഒന്നും തന്നെ ഈ കാര്യത്തിൽ ഇടപെടാനും അതിനകത്ത് സമർത്ഥമായി തൊഴിലാളികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാനും ഒന്നും അവർ ഇടപെടുകയോ സഹകരിക്കുകയോ ഒന്നും ചെയ്യാതെ വന്നപ്പോൾ നക്സലൈറ്റുകൾ ഈ പ്രശ്നം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ മുതലാളിയുടെ കല്ലാറിലെ വസതിയിലെ വീട്ടിൽ രാത്രിയിൽ അവർ ആക്രമിക്കുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തത് മുതലാളി. അപ്പോൾ ഇവിടെ സ്റ്റീഫൻ എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചു താങ്കൾ വെട്ടിയോ കൊന്നോ അതിന് കൂട്ടുനിന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ വെട്ടിയില്ല, കൊന്നുമില്ല, പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് ചെയ്തത്. പക്ഷേ ഞാൻ നേതൃത്വം കൊടുത്തത് കൊണ്ട് ഞാൻ അത് കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതെന്നാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത്. എന്നാൽ ഈ മുതലാളിയെ കൊല്ലാൻ താല്പര്യമില്ലായിരുന്നുവെന്നും നക്സൽ പ്രസ്ഥാനം കരുപ്പിടിപ്പിക്കുന്നതിനും സായുധ വിപ്ലവത്തിലൂടെയാണല്ലോ മുതലാളിമാരെ കൊന്നൊടുക്കിയിട്ടാണല്ലോ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നടപ്പിലാക്കേണ്ടത്. അതാണ് ഇവരുടെ തലയിൽ കയറിയ അന്ധവിശ്വാസം. അതുകൊണ്ട് ഈ മുതലാളിയുടെ കൈവശമുള്ള ആയുധങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ കല്ലാറിൽ പോയി ഈ ആക്രമണം നടത്തിയതെന്നും യാദൃച്ഛികമായി അദ്ദേഹം കൊല്ലപ്പെട്ടതാണെന്നുമാണ് എന്നോട് അന്ന് അദ്ദേഹം പറഞ്ഞത്. ആയുധങ്ങൾ അകത്തു നിന്ന് എടുക്കാനായിട്ട് വീട് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ മുതലാളി ഇറങ്ങി വെളിയിൽ ചാടി നെല്ല് കറ്റ കൊയ്ത് കൊണ്ടുവച്ചിരിക്കുന്ന ആ കളത്തിനകത്തൂടെ ഇദ്ദേഹം രക്ഷപ്പെടുവാനായിട്ട് ഈ ഭൂ ഉടമ ഓടിയപ്പോൾ അദ്ദേഹത്തെ ഇവർ കൊല്ലുകയായിരുന്നു എന്നാണ് സ്റ്റീഫനോട് പറഞ്ഞത്. പക്ഷെ അത് മനഃപൂർവ്വമായിരുന്നില്ല, കൂടെ ഉണ്ടായിരുന്നവരാണ് ചെയ്തതെന്നും കുറ്റം താൻ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാണ് വെള്ളത്തൂവൽ സ്റ്റീഫൻ അന്ന് എന്നോട് പറഞ്ഞത്. അതിനുശേഷം പിന്നെ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ പല സ്ഥലങ്ങളിൽ യോഗങ്ങൾ അദ്ദേഹത്തിന് പിന്നെ വിശ്വാസത്തിലേക്ക് വന്നു. ചെയ്ത തെറ്റുകുറ്റങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യം തനിക്കുണ്ടായി. അത് പരാജയപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമായിരുന്നു എന്ന് അദ്ദേഹം എന്നോട് തന്നെ അന്ന് പറഞ്ഞു. ഞാനത് റിപ്പോർട്ട് ചെയ്യുകയും ഗുഡ് ന്യൂസിൽ അതൊരു വലിയ
അഭിമുഖമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ, മുതലാളിത്ത വ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ ബൂർഷ്വാ എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ആ പ്രത്യയശാസ്ത്ര ഒരു പരാജയം തന്നെയായിരുന്നു. അത് സാധാരണക്കാരായ പാവങ്ങൾക്ക് എപ്പോഴും അത് ഒരു പേടി സ്വപ്നമായിരുന്നു. സാധാരണക്കാരായ പാവങ്ങൾക്ക് അതൊരു പ്രയാസമുണ്ടാക്കുന്ന ഒരു 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 പ്രത്യയശാസ്ത്രം തന്നെ ആയിരുന്നു എന്ന് പറയാനായിട്ടാണ് ഞാനിത് പറഞ്ഞത്. എന്നാൽ അക്കാലത്ത് സ്റ്റീഫൻ ഇതൊക്കെ സംഘവും ഇതെല്ലാം ചേർന്നു ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നില്ല, പക്ഷെ ഇടുക്കി ജില്ലയിലെ മുതലാളിമാരുടെ മനസ്സിലുണ്ടായിരുന്ന അങ്കലാപ്പ് വർദ്ധിച്ചു, പേടിച്ചുപോയി. അവരുടെ പണിതിട്ടിരിക്കുന്ന ബംഗ്ലാവുകളിൽ ഇവർക്ക് താമസിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായി. നക്സൽ പ്രസ്ഥാനം ഇടുക്കിയിൽ വ്യാപിച്ചു എന്നും ഈ സാധാരണ തൊഴിലാളികളെ അടിച്ചമർത്തി അടികൊടുത്ത് പണിയിപ്പിക്കുന്ന മുതലാളിമാരെ എല്ലാം ഓടിച്ചിട്ട് പിടിക്കുമെന്നും അവരെ കൊല്ലുമെന്നും ഉള്ള ഒരു ഭീഷണി അക്കാലത്ത് ഹൈറേഞ്ചിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. പല മുതലാളിമാരെയും ബാല്യകാലത്തിലായിരുന്ന വളരെ കൊച്ചായിരുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പലരും കാറുകളിൽ അവിടെ നിന്നും 4 മണിക്ക് കാറിൽ കയറി കോട്ടയത്ത് പോയി താമസിക്കുന്ന മുതലാളിമാരുണ്ടായിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ അവർ വീണ്ടും വരും. ഒരു മുതലാളിമാരും അന്ന് ഹൈറേഞ്ചിൽ താമസിച്ചിരുന്നില്ല. എല്ലാവരും നാടുവിട്ടു പോയെന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം സ്ഥലങ്ങളായ കോട്ടയത്തേക്കും എറണാകുളത്തേക്കും തമിഴന്മാരെല്ലാം തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കമ്പം പ്രദേശങ്ങളിലേക്കും ഒക്കെ പോയി താമസിക്കുകയായിരുന്നു പതിവ്. ആരും അവിടെ താമസിക്കുന്ന രീതി ഉണ്ടായില്ല. അവിടെ ബംഗ്ലാവുകളെല്ലാം ഒഴിഞ്ഞു കിടന്നു. എല്ലാവരും നാടുവിട്ടുപോയി. വന്നു ജോലി ചെയ്യിക്കും, പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കും, ഏലക്ക വിൽക്കും, കാശുമായിട്ട് സ്ഥലം വിടും. ഇങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നു. മുതലാളിമാരെല്ലാം അവരുടെ ബംഗ്ലാവുകളിൽ താമസിക്കാതെ വീട് മാത്രം ഉപേക്ഷിച്ചു പോയി എന്നതാണ് ഒരു സത്യം. അങ്ങനെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം ജനങ്ങളിൽ സംജാതമാക്കുകയും തൊഴിലാളികൾക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ, അവർക്ക് ന്യായമായ കൂലി കൊടുക്കണം, താമസ സൗകര്യം കൊടുക്കണം, അവരോട് സ്നേഹപൂർവ്വമായി ഇടപെടണം, തൊഴിലാളി ഉണ്ടെങ്കിലേ മുതലാളി ഉള്ളൂ എന്ന ഒരു ചിന്ത ഈ മുതലാളിമാരുടെ ഉടമകളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റുവാൻ ഈ നക്സൽ പ്രസ്ഥാനം കൊണ്ട് സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. എന്നാൽ ഒരു മനുഷ്യനെ കൊന്നിട്ട്, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ ഒന്നടങ്കം കൊന്നതിന് ശേഷം ഒരു പ്രത്യയശാസ്ത്രത്തെ വളർത്തിയെടുത്ത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നടപ്പിലാക്കാം എന്ന് പറഞ്ഞാൽ അത് മൂഢത്തരമാണ്, ലോകമണ്ടത്തരമാണ് എന്നുള്ളത് നക്സൽ പ്രസ്ഥാനത്തിന്റെ പരാജയത്തെ വിളിച്ചോതുകയാണ്. ഞാനിത്രയും പറഞ്ഞത് അക്കാലത്ത് ബാലകനായിരുന്ന എനിക്ക് ഇതെല്ലാം കേൾക്കുവാനും വായിച്ചറിയുവാനും ഹൈറേഞ്ചിലെ ആളുകളുടെ മാനസികാവസ്ഥ, അന്നുള്ള സംസാരവും, ആളുകളെല്ലാം വലിയ വൻകിട പാർട്ടികളെല്ലാം നാട് വിട്ട് അവരുടെ സ്വദേശത്തേക്ക് പോയി താമസിക്കുകയും വല്ലപ്പോഴൊക്കെ വന്നു പോവുകയും ചെയ്തൊരു സ്ഥിതിവിശേഷം ഹൈറേഞ്ചിലുണ്ടായി. ഭീതിജനകമായൊരു അന്തരീക്ഷം. അതായത് കൂലി കൊടുത്ത് മര്യാദയ്ക്ക് ജോലി ചെയ്യിക്കുന്ന സാധാരണക്കാരായ ഉടമകൾക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. വൻകിട ഉടമകൾ തൊഴിലാളികളുടെ മേൽ കാണിച്ചിരുന്ന കിരാതമായ അവരുടെ ഭരണം അവർക്ക് തന്നെ അത് വിനയായി ഭവിക്കുകയും നക്സൽ പ്രസ്ഥാന തൊഴിലാളികളുടെ ഒരു അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അവരെ ഗവൺമെന്റും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കുന്നതിനും ഈ നക്സൽ പ്രസ്ഥാനത്തിന്റെ കിരാതമായ ഈ നരനായാട്ടിലൂടെ ഇടുക്കിയിൽ സംഭവിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. സത്യസന്ധമായ കാര്യമാണ് ഞാനിത് പറഞ്ഞത്. കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണിത്. ഏതായാലും വെള്ളത്തൂവൽ സ്റ്റീഫൻ അദ്ദേഹം ചെയ്ത കുറ്റങ്ങളെല്ലാം അദ്ദേഹം തന്നെ ഏറ്റെടുത്തു. പലതും അദ്ദേഹം ചെയ്തിട്ടില്ലായിരുന്നു, കൂടെ ഉള്ളവരൊക്കെ ചെയ്തതാണ്. പക്ഷെ ഒരു ഗ്രൂപ്പായി അവർ ആക്രമിക്കുകയും ആളുകളെ ഭയപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ കുറ്റം ഒരു ലീഡർ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു എന്നാണ് സ്റ്റീഫൻ അന്ന് എന്നോട് പറഞ്ഞത്. അതൊരു എഴുത്തായി ഇന്നും അത് രേഖപ്പെടുത്തി അത് ഗുഡ് ന്യൂസിന്റെ ഓഫീസിൽ വെച്ചിട്ടുമുണ്ട്. പിൽക്കാലത്ത് ഇത് പരാജയപ്പെട്ടു പോയി എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ജയിൽ മോചിതനായി. ജയിലിൽ കിടക്കുമ്പോൾ തന്നെ പരോളിൽ ഇറങ്ങിയാണ് അദ്ദേഹം വിവാഹിതനാകുന്നത്. വിവാഹിതനായ ശേഷം വീണ്ടും ജയിലിൽ പോയി. അതിനുശേഷം മടങ്ങി വന്നാണ് ചേലച്ചൂടിൽ അദ്ദേഹം താമസിക്കുന്നത്. ജീവിതം വളരെ അദ്ദേഹത്തിന്റെ ദുരിതപൂർണമായിരുന്നു. ആരും നോക്കാനുമില്ല, ശ്രദ്ധിക്കാനുമില്ലാതെ സാമ്പത്തികമായ വളരെ മാന്ദ്യം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു.
തയ്യൽ ജോലിയോ പോലെയുള്ള എന്തോ ജോലികളൊക്കെ എടുത്താണ് അദ്ദേഹം പിന്നെയുള്ള ശിഷ്ടകാലം ജീവിച്ചത്. ഇതിനിടയ്ക്ക് ആത്മീയമായ ഒരു നവോത്ഥാനം, ഒരു പുതുജീവൻ തന്റെ മനസ്സിൽ രൂപപ്പെടുകയും യേശുക്രിസ്തുവിനെ അദ്ദേഹം പേഴ്സണലായിട്ട് സേവിയറായിട്ട് അംഗീകരിക്കുകയും ആ വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടവും ഇതിനിടയ്ക്കുണ്ടായി. പല സുവിശേഷ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിക്കപ്പെട്ടു. അവിടെ എല്ലാം പോയി അദ്ദേഹം പ്രസംഗിച്ചു. ചെയ്ത തെറ്റിനെക്കുറിച്ച് അദ്ദേഹം തെറ്റിപ്പോയി, അതൊരു പരാജയപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമായിരുന്നു നക്സലിസം എന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിലൂടെ തന്നെ അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞു. അതെല്ലാം അബദ്ധമായി പോയി, ഇപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ മനസ്സമാധാനവും സന്തോഷവും ആത്മരക്ഷയും ഇനി കരഗതമാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു കുമ്പസാരവും ഒരു പശ്ചാത്താപവും നടത്തി കേരളത്തിലെമ്പാടും പ്രസംഗിച്ച ഒരു സമയവും എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ കേൾക്കുന്ന പലർക്കും അതറിയാം എന്ന് എനിക്ക് തോന്നുകയാണ്. ഏതായാലും ഈ വെള്ളത്തൂവൽ സ്റ്റീഫൻ കൊലപാതക കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്ത് അകത്ത് കിടന്നു. അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചു, കൊലപാതകയായി എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ പാവപ്പെട്ടവരായ ആൾക്കാർക്ക് വേണ്ടി, സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, പണിയെടുത്തിട്ട് മെച്ചമായ കൂലി കിട്ടാതെ പട്ടിണി ദാരിദ്ര്യവുമായി കിടന്ന ഹൈ റേഞ്ചിലെ തോട്ടം തൊഴിലാളികളും ആയ വെറും സാധാരണക്കാരായ പട്ടിക്ക് സമാനമായ ജീവിതം നയിച്ചിരുന്ന അതുപോലെ അത്രയും ദരിദ്ര നാരായണന്മാരായിരുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സേവനം മെച്ചപ്പെട്ടതായിരുന്നു. അദ്ദേഹം ഭീതിജനകമായ ഒരു അന്തരീക്ഷം ഈ ഭൂ ഉടമകളിൽ ഉണ്ടാക്കിയാണ് അവർക്ക് പിന്നോട്ടുള്ള ജീവിതം, മെച്ചമായ ജീവിത സാഹചര്യങ്ങൾ ലഭ്യമായത്. അതോടൊപ്പം തന്നെ ഈ കൊല ചെയ്തുകൊണ്ട് നിരപരാധികളെ കൊന്നുകൊണ്ട് ഒരു ആശയം സമൂഹത്തിന്റെ മധ്യത്തിൽ അടിച്ചേൽപ്പിക്കാമെന്ന അദ്ദേഹത്തിന്റെ വ്യാമോഹം അത് പരാജയമായിരുന്നു. അത് അവിടത്തോട് അസ്തമിച്ചു, അത് തീർന്നു. ഇന്നും നക്സൽ പ്രസ്ഥാനം ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് അതില്ല. അതിന്റെ വക്താക്കളായ കുറെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം അതിന്റെ മറ്റൊരു പതിപ്പായ മാവോയിസ്റ്റ് പ്രസ്ഥാനം നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ജാർഖണ്ഡിലും അതുപോലെ ബീഹാറിലും ഒക്കെ സജീവമായിട്ട് ഇപ്പോഴും ഉണ്ട്. സായുധ സേനയുമായി ഏറ്റുമുട്ടുന്നു, മറ്റിക്കുന്നു. ഇന്നും അത് പൂർണ്ണമായി മാറിയിട്ടില്ല. പക്ഷെ അത് ഒരാശയപരമായ ഒരു സമരമായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ കഴിയുകയില്ല. എന്നാൽ ഹൈറേഞ്ചിൽ നടന്ന, ഇടുക്കി ജില്ലയിൽ നടന്ന ഈ സംഘടനകളുടെയും കല്ലാറിൽ നടന്ന ആ ഭൂ ഉടമയുടെ മരണവും ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചകൾ, പാവപ്പെട്ട സമൂഹത്തിന്റെ മേൽ അവർ നടത്തിയിരുന്ന കൊടും ക്രൂരതകൾ ഒക്കെയാണ് ഇങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം അവിടെ രൂപപ്പെടാനും അതേപോലെ തന്നെ പരാജയപ്പെട്ടു പോകാനും കാരണമായത് എന്ന് ഈ സമയം ഞാൻ പറയുന്നു. വെള്ളത്തൂവൽ സ്റ്റീഫനെ മണിക്കൂറുകളോളം സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ഹൃദയവേദനയും പ്രയാസവും ദുഃഖവും ഒക്കെ എന്നോട് അദ്ദേഹം പങ്കുവച്ചതും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടായിരുന്നു. അന്ത്യനാളുകളിൽ നോക്കാൻ തന്നെ അദ്ദേഹത്തിന് ആളുമില്ലായിരുന്നു. ജാക്കോബായിലെ ഒരു അച്ഛനായിരുന്നു അദ്ദേഹത്തെ കൂടുതൽ ശുശ്രൂഷിച്ചതും സ്നേഹിച്ചതും കരുതിയതും കൊണ്ട് നടന്നതും എന്നാണ് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എങ്കിലും നമ്മൾ പറയുന്ന രീതിയിലുള്ള ഉപദേശ സത്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേങ്കിൽ ക്രിസ്തുവിനെ അദ്ദേഹം പേഴ്സണലായിട്ട് അംഗീകരിക്കുകയും പാപവിമോചകനായിട്ട് അദ്ദേഹം നടന്ന് പ്രസംഗിക്കുകയും മനസ്സിന് ഇപ്പോൾ സമാധാനവും ശാന്തിയും ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം ഓർമ്മയുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നും അന്ന് ഇല്ലായെങ്കിലും സെക്കുലർ മാധ്യമങ്ങളൊക്കെ, മനോരമ പത്രം പോലും സ്റ്റീഫന്റെ മാനസാന്തരത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ലേഖനങ്ങൾ, ന്യൂസുകളൊക്കെ എഴുതി എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ പരാജയപ്പെട്ടു പോയ പ്രത്യയശാസ്ത്രം പരാജയപ്പെട്ടതുപോലെ കിടക്കട്ടെ, അതിന് ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരാൻ ഇടയാകരുത്. അത് കൊലയും കൊണ്ട് ഒരു സമൂഹത്തെ നല്ല മാർഗത്തിലേക്ക്, ഒരു പുതിയ ഒരു സിദ്ധാന്തത്തിലേക്ക് നയിക്കാൻ കഴിയും എന്നുള്ളത് തെറ്റ് തന്നെയാണ് എന്ന് വെള്ളത്തൂവൽ സ്റ്റീഫന്റെ ജീവിതാനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളുടെ രത്താണിയായി കൂടി അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുകൂടെ പറയേണ്ടി വരുന്നു. അതിലാർക്കും ബുദ്ധിമുട്ട് തോന്നരുത് എന്ന് ഞാൻ വിനീതമായി ഓർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.